നമ്മളെ കണ്ടപ്പോ മുങ്ങിയോ? വലൈക്കും സലാം. കേറി ഇരിക്കി. എപ്പോഴേ വന്നേ? 3 ദിവസമായി. ഇരിക്കി. ഞാൻ അറിഞ്ഞത് സമയല്ലേ നമ്മൾ കാര്യത്തിൽ കിടക്കുക. പിന്നെ പള്ളിന്റെ മതിലൊക്കെ ഒന്ന് കെട്ടണം. പള്ളിന്റെ കാര്യമൊക്കെ എനിക്ക് അറിയാലോ. ഓ, അതിന് ഇജ്ജി നല്ലൊരു സംഖ്യ തരണം. തരാലോ, നമ്മളെ പള്ളിയല്ലേ, വേറെ ആര് കൊടുക്കാനാ? ഞാനേ പൈസ എടുക്കട്ടെ, ഇപ്പം വരാം. പിന്നെ ഒരു 25,000 ഉറുപ്പ്യ ഓനോട് ഇരിച്ചണം. ഓനാടെ ഭാര്യ ഓനാടെ എന്തോ കള്ളിന്റെ പരിപാടിയാ കേട്ട്. എന്ത് കള്ളു പരിപാടിയാണ്? ഞമ്മ കുഴപ്പമില്ല, ഞമ്മ പൈസ ഇടണം. ഇത് നോക്കിയെടുത്ത ഞമ്മ പൈസ ഇട്ടണ്ടേ? അത് കിട്ടണോ? എഴുതിക്കോളി. അല്ല, ബുക്കും പിന്നെ നമ്മളെ കയ്യിലുണ്ടല്ലോ. അത് സാരല്ല. എന്നാലും 25,000 നമ്മൾ എഴുതിയല്ലേ? എഴുതുന്നതിന്റെ മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ പള്ളിന്റെ ആരാ? ഞാനിപ്പോ പ്രസിഡന്റ് തന്നെയാണ്. ഓലി ട്രഷറർ. മാറ്റൊന്നുമില്ലല്ലേ? അതങ്ങനെ തുടർന്ന് പോവുക. പണിയോ? പണി അത് റിയൽ എസ്റ്റേറ്റും പറമ്പച്ചോടും ഒക്കെ അതിനങ്ങനെ പോണു. എന്റെ ജില്ലർ തന്നെ പണ്ടേത്തെ തട്ടിയൊപ്പിച്ച് ഇങ്ങോട്ട് പോണ്. എന്നാലേ നിങ്ങൾ ഇതിലൊരു സംഖ്യ ഇരിക്കോളി, അതിന്റെ ഡബിൾ ഞാൻ തരാം. അതെന്ത് വർത്താനാ? അല്ല, നിങ്ങൾ നേരല്ലല്ലോ, വേ എഴുതി. എന്താ ട്രഷററെ, കൈ വേർക്കുന്നുണ്ടല്ലോ. എനിക്ക് പെണ്ണ് പിടിക്കുമ്പേ കൈക്ക് ഒരു സ്വാധീന കുറവാ. അതെ, പണ്ടോ അവന് വാദത്തിലോ തരാണ്ടല്ലോ, അതിന്റെ ശേഷം പെണ്ണ് പിടിച്ചാൻ കഴിയൂല. ഞങ്ങൾ എഴുതിക്കോളി. എനിക്ക് പിന്നെ പണ്ടേ വാദാന്ന് എനിക്ക് അറിയില്ലേ. വാദണ്ടാവും, വെറുക്കുകയും ചെയ്യൂ. അവനാന്റെ കയ്യിലുള്ള പൈസ എടുത്തു കൊടുക്കുമ്പോ എല്ലാവർക്കും വെറുക്കൂ. നിങ്ങൾക്ക് ഇതല്ലേ കേൾക്കണ്ടേ? ഞങ്ങള് വലിയ ഗൾഫാരല്ലേ, ഞങ്ങൾ അറബിന്റെ മണി നെക്കിക്കൊണ്ട് വരുന്നോലോ അല്ലേ, അല്ലെങ്കിൽ കട്ടുണ്ട് വരുന്നോല. അതല്ലേ എല്ലാരും അങ്ങാടി പറഞ്ഞെടുക്കണേ. നിങ്ങളിതൊന്ന് കേൾക്കണം. വാപ്പ കല്യാണം കഴിച്ച ദിവസങ്ങളാവുമ്പോ ഉമ്മാക്ക് സൂക്കേട് ഇളകി. പോവാത്ത ഹോസ്പിറ്റലില്ല, കാണിക്കാത്ത ഡോക്ടർമാരും ഇല്ല. ആ വേദന കടിച്ചു തിന്നുമ്പോ ഉമ്മാന്റെ പ്രാർത്ഥന കേട്ട് ഒരു മോനെയും പ്രസവിച്ചു. പിന്നെ അങ്ങോട്ടുള്ള ജീവിതമൊക്കെ മോന് വേണ്ടിയിട്ടാ. മരണത്തിന്റെ ജീവന്റെ ഇടയിൽ ഞാൻ എങ്ങനോ വളർന്നു. ഒരാളെ മുന്നിൽ കൈ നീട്ടാതെ എങ്ങനോ വളർന്ന് 10-18 വയസ്സുമായി. അന്ന് ഞാൻ കൂടെയുള്ള ചെക്കന്മാര് മുടി നീട്ടുന്നത് കണ്ട് ഞാനും മുടി നീട്ടി. അതുപോലെ തന്നെ വാപ്പന്റെ മീശ കണ്ടിട്ട് ഞാനും മീശ വെച്ചു. ഒരു ലൂസുള്ള പാന്റ് ഇട്ടപ്പോ നാട്ടുകാരെനിക്ക് പേരിട്ടു കഞ്ചാവീണ്. കള്ളു കുടിയനാണെന്ന്, ഒരേക്ക് കയറ്റാൻ പറ്റാത്തവനാണെന്ന്, അങ്ങനെ പല പല പേര്. ലാസ്റ്റ് അതും പോരാഞ്ഞിട്ട് നേർച്ചപ്പെട്ടിയിലെ പൈസ പോയിന്ന് പറഞ്ഞ് അതും എന്റെ മേൽ കിട്ടു. ഞാൻ കരഞ്ഞു പറഞ്ഞു, ഞാനല്ലാന്ന് പള്ളി കമ്മിറ്റിയിൽ വന്നിട്ട്. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? ഇനി അല്ലാതെ വേറെ ആരെടുക്കാനാണെന്ന്. അവിടെ ഞാൻ തോറ്റുപോയി. ലാസ്റ്റ് എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ ചെവിയിലെത്തി. ഉമ്മാനെ ഉപ്പാനെ മാത്രം സ്നേഹിച്ച അവരെന്നെ വെറുത്തു തുടങ്ങി. എന്റെ പേരും പറഞ്ഞിട്ട് അവര് ദിവസവും കരിയ. ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യല്ല, അവരെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ, അവര് പാവങ്ങളാണ്. വാപ്പ ഒരു ദിവസം കരഞ്ഞ എന്നോട് പറയാ, മോനെ ഇനി നാട്ടിൽ നിന്ന് പോട്, ഇനി എങ്ങോട്ടെങ്കിലും പോട്, ഇനി നാട്ടുകാർ കൊണ്ട് പറയിപ്പിക്കല്ലാന്ന്. അങ്ങനെ കണ്ടിയിലെ റോപ്പിന്റെ അടുത്തുനിന്ന് ഒരു പേപ്പർ തന്ന് പറഞ്ഞ് ഈ പേപ്പറിൽ ഇനി പോണോന്ന്. എന്നിട്ടും തീർന്നില്ല. എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഇനി ആടെ നിന്നോന്ന് പറഞ്ഞ്. അവിടെ എത്തിയപ്പോ സൗദിന്റെ ആട്ടും തുപ്പും കേട്ട് ഞാൻ 5 കൊല്ലം നിന്നു. ലാസ്റ്റ് ഓന് 2ഉം കൽപ്പിച്ച് എനിക്ക് ഏൽപ്പിച്ചെന്ന്. എല്ലാം വിറ്റ് പെറുക്കിയിട്ട് ഉമ്മാന്റെ കൈമേൽ ഒരു വള ഉണ്ടായിരുന്നു. കവമ്പട വാങ്ങാനോ കവറിന്റെ കല്ല് വാങ്ങാനോ. എന്നാലും മാണ്ടില്ല മോനെ, ഇതെടുത്ത് വിറ്റ് ഞാൻ കച്ചവടം പച്ച വെപ്പിക്കുന്നു. അങ്ങനെ ഒരു നൽകാപ്പോ ഒന്ന് കാണാൻ പോലും കഴിയാതെ എന്റെ ഉമ്മ പോയില്ലേ. നിങ്ങളെ കാരണം കൊണ്ടാ, നിങ്ങളെ 2ആളെയും കാരണം കൊണ്ടാ. സാരല്ലസ്കറെ, ക്ഷമിക്ക്. ഉള്ളു തുറന്ന് പറഞ്ഞാൽ തന്നെ കുറെ ഒരു സമാധാനം കിട്ടും. ഞങ്ങൾ ഇറങ്ങുക, കുറെ വീട് ഇനിയും കേൾക്കാണ്ട്. പോരണ്ടില്ലേ? വന്ന ആവേശമൊക്കെ പോയില്ലേ? അല്ല, ഒന്ന് നിക്കി. അല്ല, ബാക്കി കേൾക്കാൻ ഞങ്ങൾ നാളെ വരാം. അപ്പുറത്തൊന്ന് കേറാണ്ട്. അതല്ല, ഉമ്മ ഒരു വള തന്നിഞ്ഞല്ലോ, അത് ഏതായാലും ഉമ്മ കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ 1.5 ലക്ഷം ഉറുപ്പ്യെങ്കിൽ ഞാൻ തരാം.
1.5 ലക്ഷം. നിങ്ങൾ ചോദിച്ചിങ്ങേ 25 ഇത് 1.5 പവന്റെ പൈസ ഉണ്ട്. ഇത് പള്ളിയിൽ നിങ്ങൾ കൊടുക്കുക. ഇതിന്റെ പ്രതിഫലോ ഉമ്മാന്റെ കബറിലേക്ക് എന്തെങ്കിലും കിട്ടട്ടെ.